ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ആയിരിക്കും കേരളത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന ശക്തി. അതിൽ യാതൊരു സംശയവും വേണ്ട. അതായത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ജനങ്ങളുടെ ജനജീവിതത്തിൽ ഏതൊക്കെ തരത്തിൽ തിരുവനന്തപുരത്ത് ഇടപെടാൻ സാധിക്കുമെന്നുള്ള റിസർച്ചായിരുന്നു ഞങ്ങൾ നടത്തിക്കൊണ്ടത്. പൊതുവെ കേരളത്തിലൊരു ആക്ഷേപം എന്ന് പറയുന്നത് BJP ന്യൂനപക്ഷത്തെ സംരക്ഷിക്കില്ല എന്നാണ്. ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരി ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴേക്കും ഞങ്ങളെ ഒന്നും ബാധിക്കില്ല. ഞങ്ങൾ ഭരണത്തിലെത്താൻ പോവുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സംശയമുണ്ടോ? നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യത്തെ BJP മേയർ ശ്രീ VV രാജേഷാണ്. നമസ്കാരം സർ. നമസ്കാരം. ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. സന്തോഷം. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു കൗൺസിലിൽ നിന്ന് താങ്കളുടെ കയ്യിലേക്ക് വരുന്നു. ശരിക്കും ഒരു കുത്തഴിഞ്ഞ രീതിയിൽ തന്നെ ആയിരുന്നോ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിരുന്നത്? അല്ല, എൻ്റെ കയ്യിലേക്കല്ല, BJPയുടെ NDAയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയുടെ കയ്യിലേക്കാണ് കോർപ്പറേഷൻ ഭരണം വന്നത്. അപ്പോൾ എന്നെ മേയറായിട്ട് എന്നെ പാർട്ടി തീരുമാനിച്ചു. ഞങ്ങൾ പ്രതിപക്ഷത്ത് പ്രവർത്തിച്ച 2015 മുതൽ 2025 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ കോർപ്പറേഷനിൽ നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ സമരത്തിൻ്റെ രൂപത്തിലായാലും കൗൺസിലിനുള്ളിലായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തായാലും നിരവധി കേസുകളുടെ രൂപത്തിലൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെ വസ്തുതയാണ്. ആ വസ്തുതകൾ കൃത്യമായിട്ട് ജനങ്ങൾ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ ഭരണത്തിന് വേണ്ടി അവരെത്തിച്ചത്, ഭരിക്കാൻ ഏൽപ്പിച്ചത്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വസ്തുത തന്നെയാണ്. അതെ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സച്ചിൻ ദേവ് MLA-യുമായി ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിൻ്റെ മേയർ ഉണ്ടായിരുന്ന കാലത്ത് വളരെ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരുന്നത്. പക്ഷേ പുറത്തു വരുന്നത് മറ്റൊരു നറേറ്റീവാണെന്നും ആ നറേറ്റീവിൽ ഒരു അടിസ്ഥാനപരമായ ഒരു വസ്തുതയും ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്? അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കിയ ഞങ്ങളുടെ ബോധ്യം, ഞങ്ങളുടെ വസ്തുത ഞങ്ങൾ പറഞ്ഞു. ജനങ്ങൾക്ക് ജനങ്ങളുടെ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളിപ്പോൾ അവരെ ഭരണത്തിൽ നിന്ന് മാറ്റിയിട്ട് ഞങ്ങളെ ഭരണത്തിൽ കൊണ്ടുവന്നത്. അതെ. അപ്പോൾ ഈ ജേണി ഉണ്ടല്ലോ, 10 വർഷത്തെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് വീണ്ടും ഭരണപക്ഷത്തേക്ക് വന്ന ആ ഒരു ജേണി, ഇതിൽ സഹായിച്ചത് എന്തൊക്കെയാണ് BJP? ആദ്യമായി സഹായിച്ചത് രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങളുടെ തീരുമാനമാണ്. അതോടൊപ്പം തന്നെ 2015 BJP ഇവിടെ പ്രതിപക്ഷത്തെത്തി. 2020 ആയപ്പോഴേക്കും ഞങ്ങൾക്ക് 35 അംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കൂടുതൽ ശക്തരമായി സമരങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ ഈ 10 വർഷം ഞങ്ങൾ വളരെ വലിയൊരു റിസർച്ചായിരുന്നു. അതായത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ജനങ്ങളുടെ ജനജീവിതത്തിൽ ഏതൊക്കെ തരത്തിൽ തിരുവനന്തപുരത്ത് ഇടപെടാൻ സാധിക്കുമെന്നുള്ള റിസർച്ചായിരുന്നു ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ ഞങ്ങൾ കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ പല മാധ്യമ ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി ജനിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു രേഖ എന്താണ്? ജനന സർട്ടിഫിക്കറ്റ്. ഒരു വ്യക്തി മരണപ്പെട്ടാലും നമ്മൾ വാങ്ങുന്ന രേഖ, വ്യക്തി മരണപ്പെട്ടു എന്നറിയുന്നത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തരുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ആ വ്യക്തിയുടെ ജീവിതത്തിൽ രൂപപ്പെടുന്ന എല്ലാ മാറ്റങ്ങൾക്കും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇടപെടലുണ്ടാകും. ഒരു വീട് വയ്ക്കുമ്പോഴാവട്ടെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തെരുവുനായി കടിക്കാൻ വരുന്നതിലായിക്കോട്ടെ, വീട്ടിലെ വേസ്റ്റ് മാനേജ്മെൻറ്റിലായിക്കോട്ടെ, കുടിവെള്ള പ്രശ്നം വരുമ്പോഴാവട്ടെ, വെള്ളക്കെട്ട് വന്നാലായിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിലും അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുണ്ട്. സ്റ്റേറ്റ് ക്യാപിറ്റലിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ആകുമ്പോൾ അതിൻ്റെ പ്രാധാന്യം കൂടും. അപ്പോൾ അനന്തമായ സാധ്യതകൾ ജനജീവിതത്തിൽ ഇടപെടുവാൻ വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ് കോർപ്പറേഷൻ, പ്രത്യേകം തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ ആ സാധ്യതകൾ മുഴുവനും അട്ടിമറിക്കപ്പെടുന്നു. ഈ വസ്തുത ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടി. അതിൻ്റെ കാരണം എന്താണ്? സ്വാർത്ഥ ചിന്തയും അഴിമതിയുമാണ്. ഈ വസ്തുത ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വരച്ചു കാട്ടി. ഞങ്ങൾക്ക് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്വം കൃത്യമായിട്ടൊരു തിരുത്തൽ ശക്തി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചെയ്തതോടൊപ്പം തന്നെ വിജയിച്ച മാതൃകൾ, ഞങ്ങൾക്കൊരവസരം കിട്ടിയാൽ ഇന്ന മാതൃകൾ, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ജനങ്ങളത് വിശ്വസിച്ചു. അങ്ങനെ കഴിഞ്ഞ 10 വർഷവും, അത് 2020 മുതൽ 2025 വരെയുള്ള 5 വർഷവും ഞങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പ്രവർത്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത്രത്തോളം അധ്വാനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ഭരണം ഏൽപ്പിച്ചത്. അതെ. ഇടതുപക്ഷം പറയുന്നത് വോട്ടുകളുടെ ഷെയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് കൂടുതലാണ്,
പക്ഷേ ജയിച്ചത് അവരായി പോയി എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ വോട്ട് ഞങ്ങൾക്കാണ് കൂടിയിട്ടുള്ളതെന്ന്. ഇതിലെ വസ്തുത എന്താണ്? അല്ല, ജനാധിപത്യത്തിൽ സീറ്റ് കൂടുതലിട്ടുന്നവരല്ലേ ഭരണത്തിലെത്തുന്നു. തീർച്ചയായും. പിന്നെ കണക്കുകൾ പലതരത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഇവിടെ 51 വോട്ട് കിട്ടിയാലേ, അല്ലെങ്കിൽ മത്സരിക്കുന്നതിൽ ഏറ്റവും ഭൂരിപക്ഷം കിട്ടുന്ന ആളാണ് ഡെപ്യൂട്ടി മേയറും ഒക്കെ ആവുന്നത്. അതിപ്പം ഞങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വിജയിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ 3000-ഓളം ഡ്രൈവർമാർ വെറുതെ ഇരിക്കുകയാണ്, ശമ്പളം മേടിക്കുന്നു എന്നൊരു സാധനം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു വാദം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പുറത്തിറങ്ങാനുള്ള ബോംബുകൾ ഇനിയും പക്കലുണ്ടോ? 3000-ഓളം ഡ്രൈവർമാർ വെറുതെ ഇരിക്കുന്നു എന്ന് വാർത്ത കൊടുത്തവരോട് തന്നെ ചോദിക്കണം എൻ്റെ വസ്തു എന്താണെന്ന്. അത് അവർക്കേ പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതുപോലുള്ള മുൻപ് പോയ ആര്യ രാജേന്ദ്രൻ ഭരിച്ച ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കഥകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അഴിമതി കഥകൾ ഇനി പുറത്തു വരുത്താനുണ്ടോ? ഞാനതാണ് പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിൽ ലഭ്യമായ വിവരങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യങ്ങൾ വസ്തുത തന്നെയാണ്. ഭരണം മുൻപോട്ട് പോകുമ്പോഴേക്കും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പക്ഷേ ഞങ്ങൾ ജനങ്ങളെ അറിയിക്കും, നിയമപരമായിട്ടുള്ള വഴികൾ തേടും. അതെ, തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് എല്ലാ കാലത്തെയും പോലെ തന്നെ മാലിന്യ സംസ്കരണം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ പന്നി വളർത്തൽ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോവുകയാണെന്നൊരു കാര്യമുണ്ടായപ്പോൾ പണ്ട് സാറാണ് അതിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അതിനെങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? അതായത് ഏറ്റവും ലഭ്യമായ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെയാണ് ഒരു ഭരണവും ജനജീവിതവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് പൊതുവായുള്ള അഭിപ്രായം. ഞങ്ങളുടെ തീരുമാനം അത്. നരേന്ദ്രമോദിയാണല്ലോ ലോകത്ത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഭരണത്തിൽ ഏറ്റവും വേഗത്തിൽ ഉപയോഗിച്ച് വിജയിക്കാമെന്ന് കാണിക്കുന്നത് തന്നെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുകയാണ്. ഇന്ത്യ ഇത്രത്തോളം ജനങ്ങളുള്ള ഇന്ത്യ എങ്ങനെയാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇത്രത്തോളം വിജയകരമായി നടപ്പിലാക്കുകയെന്ന് ഇന്ത്യയുടെ പ്രവർത്തനം കണ്ട് പലരും റിസർച്ച് ചെയ്യുകയാണത്. അപ്പോൾ ആ പാത പിന്തുടരുന്നവരായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഭരിക്കണമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേസ്റ്റ് മാനേജ്മെൻറ്റിലും ആ സാങ്കേതികവിദ്യ ഉപയോഗിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും മികച്ച വിദ്യകൾ ഇപ്പം ലഭ്യമാണ്. അപ്പോഴാണ് ഈ പരമ്പരാഗതമായിട്ട് പണ്ട് കൊടുത്തിരുന്നത് പോലെ പന്നി ഫാമിലേക്ക് കയറ്റി അയക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവസാനിപ്പിക്കണം. പക്ഷേ അതിൻ്റേതായ ചർച്ചകൾ നടത്തണം, അതിൻ്റേതായ ആസൂത്രണം വേണം, അതിൻ്റേതായ പദ്ധതികൾ നടപ്പിലാക്കണം. ആ ഒരു ചർച്ചകളിലാണ് ഞങ്ങൾ. അതെ, അപ്പോൾ മേയർ സ്ഥാനത്ത് എത്തിയതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു എന്ന് പോസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞ വാദം എന്ന് പറയുന്നത് എൻ്റെ PA വിളിച്ചിരുന്നു, അതുകൊണ്ട് തിരിച്ചു വിളിച്ചതാണ് എന്നാണ്. ഇതിന് പിന്നിലെ വസ്തുത എന്താണ്? ഞാൻ പറഞ്ഞ ഉടൻ തന്നെ ഞാൻ മേയർ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഞാൻ വിളിച്ചിരുന്നു. വിളിച്ചപ്പോഴേക്കും അദ്ദേഹം ഈ ഫോൺ എടുത്ത ആളിൻ്റെ അടുത്ത് അവൈലബിൾ ആയിരുന്നില്ല. അദ്ദേഹം ഫ്രീ ആയിട്ട് തിരിച്ചു വരുമ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരിച്ചു വിളിക്കുകയായിരുന്നു. ഞാൻ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ തിരിച്ചു വിളിച്ചത്. ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞാണല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും കോൾ വന്നിട്ട് CM എന്ന് വിളിച്ച് അഡ്രസ്സ് ചെയ്ത് ഞാൻ സംസാരിച്ചപ്പോഴേക്കും ചുറ്റും നിന്ന മാധ്യമപ്രവർത്തകർ കഴിഞ്ഞത് CM ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ അങ്ങോട്ട് വിളിച്ചതിന് ശേഷമാണ് അദ്ദേഹം വിളിച്ചത്. അതെൻ്റെ ഉത്തരവാദിത്തമാണ്. മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇക്കാര്യം അറിയിച്ചിട്ട് ചാർജ് ഏറ്റെടുക്കുക എന്നുള്ള എൻ്റെ ഒരു ബോധ്യം ഞാൻ പറഞ്ഞു. ഞാനപ്പോൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ അങ്ങനെയല്ല വാർത്ത കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഈ പറയുന്നത് പോലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് പാളയങ്ങൾ പറയുന്നത് പോലെ ഒരു CPM BJP കൂട്ടുകെട്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു CPM BJP കൂട്ടുകെട്ടുണ്ടോ? തൃപ്പൂണിത്തറ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് കൂട്ടുകൂടിയത്? CPM കോൺഗ്രസ് അല്ലേ ഒരുമിച്ച് വോട്ട് ചെയ്തത്? പാർലമെൻറ്റിൽ ആരൊക്കെയാണ് ഒരുമിച്ച് ചേരുന്നത് BJPക്കെതിരെ? പറയണം. CPM കോൺഗ്രസ് ആണല്ലോ. അപ്പം നമ്മൾ പറഞ്ഞ രണ്ട് ഉദാഹരണത്തിലും അവരല്ലേ ചേർത്തിരിക്കുക. അപ്പോൾ ഈ കുറച്ച് ചോദ്യത്തിന് തന്നെ അവരത് പറയും സ്വാഭാവികമായിട്ടും. ഇനി കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പ്രവർത്തകർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ചിലയിടത്തൊക്കെ നേതാക്കന്മാർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഭരണമാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച CPM കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കന്മാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യും. അത് ഞങ്ങൾ സ്വീകരിക്കും. അതെങ്ങനെയാണ് ഈ പ്രവർത്തകരുടെയും നേതാക്കളുടെയും വോട്ട് BJPയിലേക്ക് വന്നത്? ഞങ്ങൾ എടുക്കുന്ന നിലപാട് ശരിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണമാറ്റം ഉണ്ടാകണം. CPMൻ്റെ ആൾക്കാർക്ക് പോലും സഹിക്കാൻ പറ്റാത്തൊരു ഭരണമായിരുന്നു. ഭരണമാറ്റം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചു. അപ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്തു. ശരി. അപ്പോൾ കേരളത്തിൽ 10 സീറ്റ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടുമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. 10 സീറ്റ് അല്ലെങ്കിൽ 10-ലധികം സീറ്റിലേക്ക് നടന്നെടുക്കുകയാണോ എന്നാര് പറഞ്ഞു? 10 മാത്രത്തിൽ നിങ്ങൾ ചുരുക്കി എന്താ? ആരാ പറഞ്ഞത്? 10 എന്നാണ് നിങ്ങളുടെ മാധ്യമത്തിൻ്റെ ഏത് ചർച്ചയിൽ ആര് പറഞ്ഞു? BJPയുടെ ആരെങ്കിലും പറഞ്ഞു അങ്ങനെ? ഞങ്ങൾ ഭരണത്തിലെത്താൻ പോവുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. സംശയമുണ്ടോ? ത്രിപുരയിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഭരണത്തിലെത്തുമെന്ന് മാധ്യമങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. ഇല്ല. ത്രിപുരയിൽ ഞങ്ങൾ എത്തുമെന്നും ആരും പറഞ്ഞില്ലല്ലോ.
10ലൊന്നും ചുരുക്കണ്ട. 2036 ഭരണപക്ഷത്ത് വരുമെന്നല്ലേ പറയുന്നത്? ആര്? എന്നാലും ആര് പറയുന്നത്? BJP അവകാശപ്പെടുന്നില്ലേ? BJP ആര് പറഞ്ഞു അങ്ങനെ? ആരാ പറഞ്ഞത്? അപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP ഈ ഭരണത്തിലെത്തും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ആയിരിക്കും കേരളത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന ശക്തി. അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ സാറിന്റെ ഡ്രൈവറായി ആര്യ രാജേന്ദ്രനുമായി പ്രശ്നമുണ്ടായ ഡ്രൈവർ യദു വരുമെന്നുള്ള ഒരു വാർത്തയും കണ്ടിരുന്നു. സാർ പറഞ്ഞിട്ടില്ല, ചോദിക്കുകയാണ്, സാറിന്റെ ഡ്രൈവറായി യദു വരുമോ? അങ്ങനെ വാർത്ത ഞാനും കണ്ടിരുന്നു. അങ്ങനെയുള്ള വാർത്ത ഞാനും കണ്ടിരുന്നു. ഇപ്പോൾ എൻ്റെ കാർ ഓടിക്കുന്ന 2 പേരും 2 ഡ്രൈവർമാരാണ് ഉള്ളത്. 2 പേരും ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ഡ്രൈവർമാർ തന്നെയാണ് ഇപ്പോഴും കാർ ഓടിക്കുന്നത്. മുൻ മേയർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ തുടരുന്നു. എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന സ്റ്റാഫുകളൊക്കെ തന്നെ തലേദിവസം ഞാൻ മേയർ ആവുന്നതിൻ്റെ തലേദിവസം വരെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളാണ് ഇപ്പോഴും എൻ്റെ ഓഫീസിൽ ഇപ്പോഴും ജോലി. ചിലപ്പോൾ ഒരുപക്ഷെ നാളെ മാറിയിരിക്കാം, ചിലപ്പോൾ തുടർന്നേക്കാം, ഇപ്പോഴും അവർ തന്നെയാണ് ഓടിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP തന്നെയായിരിക്കുമോ തുടരുക? ജനങ്ങളാണ് തീരുമാനിക്കുക. പക്ഷേ ജനങ്ങൾ അങ്ങനെ തീരുമാനം എടുക്കാനുള്ള സാഹചര്യം ഇടയാക്കുന്ന ഭരണമായിരിക്കും ഞങ്ങളുടേത്. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി. ഇപ്പോൾ തന്നെ 8:30 മണിയായി. നമ്മൾ കോർപ്പറേഷൻ ഓഫീസിലാണ്. ഞങ്ങൾ പ്രധാനപ്പെട്ട പല ചുമതലയുള്ളവർ ഇവിടെ നിന്ന് പോകുമ്പോൾ 10 മണി 11 മണിയാവും. ഞങ്ങൾ 6 മണി 7 മണി 8 മണിക്കും ഞങ്ങളെല്ലാം ഇവിടെ വരും. പിന്നെ ഫീൽഡിൽ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഫീൽഡിലേക്ക് പോകും. അപ്പോൾ ഒരു ദിവസം ഒരു 17-18 മണിക്കൂർ എവിടെയെങ്കിലും, ഒന്നുകിൽ ഓഫീസിൽ അല്ലെങ്കിൽ ഫീൽഡിൽ, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിൽ അവിടെ ആൾക്കാരെ കാണും. അങ്ങനെ ഒരു 17-18 മണിക്കൂർ മിനിമം ഞങ്ങൾ എല്ലാ ദിവസവും വിലയിരുത്താറുണ്ട്. ഇത്രത്തോളം സമയം വരാൻ പോകുന്ന 5 വർഷം പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ. അപ്പോൾ ശ്രീലേഖ IPSുമായി ബന്ധപ്പെട്ട് ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പലരും എഴുതി വിടുന്നത് പണ്ട് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിയെ കാണിച്ച് വോട്ട് പിടിച്ചതുപോലെ സർക്കാർ രൂപീകരിച്ചതുപോലെയാണ് തിരുവനന്തപുരത്ത് നടന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ശ്രീലേഖ മാഡം പോലും അതിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്, എന്നെ മേയറാക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ. അത്തരത്തിൽ വാഗ്ദാനം കൊടുത്ത് അവരെ വഞ്ചിക്കുകയായിരുന്നു. വാർത്തകൾ നിങ്ങളൊക്കെ പലതും കൊടുത്തത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പാർട്ടി യോഗങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരും അഭിപ്രായപ്പെട്ടത് ഞാൻ കണ്ടിട്ടില്ല. പാർട്ടിയാണ് എല്ലാ കാര്യങ്ങളും ഒരു ഘടകം ഡിസ്കസ് ചെയ്താണ് ഞങ്ങളുടെ പാർട്ടി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി ഫോറങ്ങളിലൊന്നും തന്നെ, ഞങ്ങളിരുന്ന മീറ്റിങ്ങുകളിലൊന്നും തന്നെ ഈ പറയുന്ന തരത്തിലുള്ള ചർച്ചയൊന്നും കണ്ടിട്ടില്ല. മാധ്യമങ്ങൾ പല വാർത്തകളും കണ്ടിട്ടുണ്ട്. അതെ. നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. സംസ്ഥാന നേതൃത്വം തന്നെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് വരുമോ? 2036 വരെ ഞങ്ങൾ പറഞ്ഞല്ലോ. 2036 ഇന്ത്യയിൽ ഒളിമ്പിക്സ് ഇറക്കുമ്പോൾ അതിൽ ഒരിനം ഒളിമ്പിക്സ് വരുമെന്ന് പറഞ്ഞപ്പോഴേക്കും പലരും വ്യാഖ്യാനിച്ചത്, വിമർശിച്ചത് ഒളിമ്പിക്സ് കേരളത്തിൽ നടത്താൻ പറ്റും. ഞങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരിനം കേരളത്തിൽ തിരുവനന്തപുരത്ത് നടത്തുവാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ ജലവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മത്സരങ്ങൾ തിരുവനന്തപുരത്ത് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ക്രിക്കറ്റ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉണ്ട്, നമുക്ക് പിന്നെ ഷൂട്ടിംഗ് റേഞ്ചുണ്ട്. ഇവിടെ കോമൺവെൽത്ത് ഗെയിംസിന് നിർമ്മിച്ചത് ഇവിടെ വട്ടിയൂർക്കാവ് പോളിടെക്നിക് ഒന്നുകൂടെ ഒന്ന് റിനോവേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ സാഹചര്യങ്ങളുള്ളപ്പോഴേക്കും ഏതെങ്കിലും ഒരിനം തിരുവനന്തപുരത്ത് നടത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കും, കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് വിശ്വാസം. അതെ. ഇപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട് പലരും പറയുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് പേര് മാറ്റുന്നു, പലതിൻ്റെയും പേര് മാറ്റുന്നു, സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നു, തൊഴിലുറപ്പിൻ്റെ പേര് മാറ്റുന്നു. പിന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും ഈ പേര് മാറ്റമൊക്കെ ഒരു കാലത്തിൻ്റെ ഇതിൽ പോകുന്നതാണോ അതോ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ചിലത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാര്യം താങ്കൾ വിശ്വസിക്കേണ്ട, ബ്രിട്ടീഷുകാരുടെ പേര് ഇപ്പോഴും ചുവന്നുകൊണ്ട് നടക്കണോ? രാജ്ഭവൻ ബ്രിട്ടീഷുകാരുടെ പേരാണ്. ലോക് ഭവൻ നോക്കി ബ്രിട്ടീഷുകാർ എഴുതി വെച്ച നിയമം ഇപ്പോഴും കൊണ്ടു നടക്കണോ? ബ്രിട്ടീഷുകാർ അവരുടെ ഗുമസ്തന്മാരാക്കാൻ വേണ്ടി ക്ലർക്കുമാരെ സൃഷ്ടിക്കാനുണ്ടാക്കിയ സ്വന്തം ദേശത്തിൻ്റെ അഭിമാനബോധം നഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അത് നമ്മൾ ചോക്കണമെന്നാണ്. മാറ്റും. അതൊക്കെ ചില കാര്യങ്ങൾ മനഃപൂർവ്വം തീരുമാനിച്ച് മാറ്റുന്നതാണ്. മാറ്റണം എന്നുള്ള ആവശ്യത്തിന് പ്രകാരം തീരുമാനിച്ചുറച്ച് മാറ്റുന്നതാണ് ചില കാര്യങ്ങളൊക്കെ തന്നെ. ചിലത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. അതെ. ഇപ്പോൾ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമുവിനെ നിയമിച്ചതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറായി ആശാനാഥ് മാഡത്തിനെ നിയമിച്ചതിൽ ഒരു സംവരണ അടിസ്ഥാനത്തിലുള്ള ഒരു ഇതുണ്ടായിരുന്നു. പൊതുവേ കേരളത്തിലൊരു ആക്ഷേപം എന്ന് പറയുന്നത് BJP ന്യൂനപക്ഷത്തെ സംരക്ഷിക്കില്ല എന്നാണ്. പക്ഷേ ഇത് പുറത്താരും പലരും അറിയുന്നില്ല എന്നുള്ളത് വാസ്തവമല്ലേ? ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അല്ല, BJPയിൽ ചില BJPയെക്കുറിച്ച് പലതരത്തിലും വിമർശകർ വിമർശിക്കാറുണ്ട്. പക്ഷേ ഞങ്ങളതൊന്നും ഒരിക്കലും ബോധറായിട്ടില്ല. ഞങ്ങളിപ്പോൾ 2 എംപിമാരുണ്ടായിരുന്നപ്പോഴും ഇതിലൊന്നും തളർന്ന് ബോധർ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഭരണം കിട്ടിയപ്പോഴും ബോധർ ചെയ്തിട്ടില്ല. ഇപ്പം നരേന്ദ്രമോദി ഭരണം കിട്ടിയപ്പോഴൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വിമർശനം വന്നിട്ടുള്ളൂ. കാരണം ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ
കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരി ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴേക്കും ഞങ്ങളെ ഒന്നും ബാധിക്കില്ല. ഞങ്ങൾ എത്രയോ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട്. എന്തെല്ലാം അതോടുകൂടി BJP കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടില്ലേ? ഇപ്പം നേമത്ത് സീറ്റ് നഷ്ടപ്പെട്ടു, ഞങ്ങൾ പലയിടത്തും പരാജയപ്പെട്ടു. അപ്പോഴൊക്കെ BJP എന്തെങ്കിലും താമരവാടി, തണ്ടൊടിഞ്ഞു എന്തെല്ലാം പറഞ്ഞു. അതുപോലെ മൈനോറിറ്റി, നരേന്ദ്രമോദി ഭരണത്തിൽ വന്ന ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ ഇന്ത്യ ഇവിടെ ഉണ്ടിരുന്നു. കോൺഗ്രസ് എത്ര സ്ഥലത്ത് കേസ് കൊടുത്തു. നരേന്ദ്രമോദിക്ക് അമേരിക്കയിൽ വിസ കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഒപ്പിട്ട് അമേരിക്കൻ പ്രസിഡന്റ് അയച്ച ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത്. ഞങ്ങൾ അതിലൊന്നും തളർന്നു. ഇപ്പം നരേന്ദ്രമോദിയുടെ വിസിറ്റിംഗ് കാത്ത് അമേരിക്ക ഇരിക്കുകയല്ലേ പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരായ പാതയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും ഒരിക്കലും ബോധറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ശരിക്കും ഇത്തരത്തിലുള്ള തെറ്റായ ആക്ഷേപങ്ങൾ ഒരുപാട് കേരളത്തിലില്ലേ BJPക്കെതിരെ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പറയാമോ ഒരു കുറച്ച് എന്തെങ്കിലും? ഞാൻ ഞങ്ങൾക്കെതിരെയുള്ള ആക്ഷേപം ഞാൻ പറയണത് എന്തിനാ? അല്ല, അത് ഇങ്ങനെ എനിക്കൊരു തിരുത്തൽ ഉണ്ടാകണമെന്ന് തോന്നൽ. ഞങ്ങൾ ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക് തിരുത്തണം എന്ന് ബോധ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് യാതൊരു ഈഗോയും ഇല്ല. ഞങ്ങൾ തിരുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ വരുത്തേണ്ട ജനാധിപത്യ ചർച്ചകളും ആ പ്രോസസ്സൊക്കെ നടത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പറയുന്നവർ പറഞ്ഞു നരേന്ദ്രമോദിജിക്കെതിരെ ഉന്നയിച്ചതുപോലെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രതിയോഗികളും ആർക്കെങ്കിലും എതിരെ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ ശരിയുടെ പാതയിലാണെന്നുള്ള നിലയ്ക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് നേരായ പാതയിൽ തന്നെ പോകും. അതെ. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം, വട്ടിയൂർക്കാവ് പോലുള്ള A ക്ലാസ് മണ്ഡലങ്ങൾ BJPക്കൊപ്പം നിൽക്കുമോ? BJPക്ക് 2-3 മണ്ഡലമൊന്നുമില്ല A ക്ലാസ് മണ്ഡലം. BJP അല്ല, ഞാൻ 1-2 പറഞ്ഞു എന്ന് മാത്രം. പിന്നെ എന്താ സംശയം? ഞങ്ങൾ അവിടെയൊക്കെ ലീഡ് ചെയ്ത മണ്ഡലങ്ങളിൽ ഇത് മാത്രമൊന്നുമല്ല. ഇനി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല മണ്ഡലങ്ങളും ജയിച്ചു വരും. ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വളരെ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട്. ഏതൊരു തെരഞ്ഞെടുപ്പിൽ ഏതൊരു പാർട്ടിയും അത് ചെയ്യുമല്ലോ. ഏതൊരു പാർട്ടിയും ഏതൊരു തെരഞ്ഞെടുപ്പിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അതെ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ശ്രീ പ്രകാശ് ജാവ്ദേക്കർ പോയി കണ്ടിരുന്നു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പിണറായിക്കൊപ്പമാണ്. ഇനി BJPയിലേക്ക് വെള്ളാപ്പള്ളി വരാനുള്ള സാധ്യതയുണ്ടോ? ഞാനൊന്നും പറയാൻ ആളല്ല. അദ്ദേഹം നല്ലൊരു സമുദായ സംഘടനയുടെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിച്ചു പോകുന്ന ഒരു നേതാവാണ്. ആ സമുദായത്തിനും ഹിന്ദു സമൂഹത്തിനും വളരെ വലിയ ആത്മവിശ്വാസം വിതയ്ക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ഇടയാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ഉള്ള ബഹുമാനവും ആദരവും. അതെ. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ജനങ്ങളുടെ ദൈനംദിന ജീവിതം സുഗമമാക്കുവാനും മെച്ചപ്പെടുത്തുവാനും വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കുമോ, അത് ഏതൊക്കെ രീതിയിലായാലും അതിന് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എന്തൊക്കെ സാധിക്കും അക്കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥമായ പരിശ്രമം നടത്തും. അതെ. 1-2 പദ്ധതികൾ പറയാമോ? പദ്ധതികൾ ഇന്നിപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറിയായിട്ട് സംസാരിച്ചപ്പോഴും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള, പ്രധാനമന്ത്രി മുമ്പായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏത് രീതിയിലുള്ള പ്രോജക്റ്റുകൾ അവതരിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില ചർച്ചകൾ ഞങ്ങൾ നടത്തി. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും തെരുവുനായ്ക്കളെ സംരക്ഷിക്കുന്നതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ചർച്ച എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. എങ്ങനെയാണ് അതിലടുത്ത ഘട്ടം ഇടപെടേണ്ടതെന്നും അങ്ങനെ ഉള്ള, അതോടൊപ്പം തന്നെ നികുതി കുടിശ്ശിക കളക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഉള്ള ഇടപെടലുകളും ചർച്ചയും ആലോചനകളും നടത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങുകൾ കൂടുതൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം അതിനെക്കുറിച്ചുള്ള ആലോചനകളും ചർച്ചകളും നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ ഞാൻ കേട്ടൊരു കാര്യമാണ്, ഒരു എവിടെയുള്ള ഒരു കുഞ്ഞിൻ്റെ അസുഖബാധിതയായ ഒരു കുഞ്ഞിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളിലും ഓരോ വാർഡിലുള്ള ചെറിയ കാര്യങ്ങളിലും നേരിട്ട് ഇടപെടാനുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് അത്രത്തോളം എല്ലാം അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ വരും. നമുക്കിപ്പോൾ മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം 100 വാർഡുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ താമസിക്കും. ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണുള്ളത്. ഇതിലെല്ലാത്തിനും നമുക്ക് അത് അങ്ങനെ ഇടപെടാനും പാടില്ല. ഒരു സിസ്റ്റമാണ് ചലിക്കേണ്ടത്. ഒരു മേയറോ ഒരു ഡെപ്യൂട്ടി മേയറോ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ അല്ല ചലിക്കുക. അവർ ചലിക്കണം, പക്ഷേ സിസ്റ്റത്തിലൂടെ മാത്രം ചെയ്താൽ മാത്രമേ അതിന് കൺസിസ്റ്റൻസി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ സിസ്റ്റം ചലിപ്പിക്കുക എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരെ ചലിപ്പിക്കുക, താഴേക്ക് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അവസാനത്തെ വ്യക്തി വരെ കൃത്യമായിട്ട് അവരുടെ ഫംഗ്ഷൻ ചെയ്യുമെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിൻ്റെ കർത്തവ്യം. അതിലെവിടെയെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടപെടേണ്ടതാണ്. എന്നാൽ അത് പറയുമ്പോൾ തന്നെ ഭരണകർത്താവ് എന്നുള്ള നിലയ്ക്ക് നേരിട്ടുള്ള നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ, ഇപ്പോൾ തൊട്ടടുത്തുള്ള ഹെൽത്ത് ഇൻസ്പെക്ടറോടോ അല്ലെങ്കിൽ JHIയോടോ സൂപ്രണ്ടിനോടോ കൗൺസിലറോടോ പറയാതെ നേരിട്ട് മേയറുടെ അടുത്തുള്ള ഒരാൾ മെനക്കെട്ട് വരണമെങ്കിൽ അത്രത്തോളം വേദന അനുഭവിക്കുന്ന ആളായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് കാത്തിരുന്ന് മേയറെ കാണുന്നത്, അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറെ കാണുന്നത്, അല്ലെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിയെ കാണുക. അങ്ങനെ വരുന്ന കാര്യങ്ങളിൽ നമ്മൾ പറ്റുന്നിടത്തോളം അഡ്രസ്സ് ചെയ്യാറുണ്ട്. എല്ലാം പരിഹരിക്കാൻ ചിലപ്പോൾ സാധിച്ചിരിക്കില്ല. ഇപ്പോൾ പല പഞ്ചായത്തുകളിൽ നിന്ന്, ഈ വാർത്തയെ കണ്ട് പല പഞ്ചായത്തുകളിൽ നിന്നും ആൾക്കാരിവിടെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റുന്നതല്ല. പക്ഷേ അവരെ കേൾക്കണം.
അത് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കാം. ഇതല്ല ആക്ച്വൽ ഫോറം, ഇന്നടത്തേക്ക് പോകണം, ഇനി അതിൽ പറ്റുമെങ്കിൽ ആരെങ്കിലും സഹായത്തിന് കൂട്ടി വിടാൻ പറ്റുമെങ്കിൽ വിടുക. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരു ആവശ്യവുമായി വരുന്ന ആളിൻ്റെ മനസ്സിനൊരു സാന്ത്വനം കൊടുക്കാൻ പറ്റിയാൽ, ആവശ്യം നടന്നില്ലെങ്കിൽ നമുക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥന ഉണ്ടാവും. അതെ. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ മുതൽ ബി ജെ പിയെ കുറിച്ച് കേൾക്കുമ്പോഴും ബി ജെ പിയുടെ കാര്യങ്ങളിൽ നമ്മളൊരു ചാനൽ ചർച്ച കാണുമ്പോഴും എപ്പോഴും സജീവമായി നിന്നൊരു മുഖമാണ് വി രാജേഷ് എന്ന വ്യക്തി. അപ്പോൾ ഇപ്പോൾ മേയർ ആയിരിക്കുന്നു. മേയർ ഒരു വലിയ സ്ഥാനം തന്നെയാണ്, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഒരു MLA സ്ഥാനാർത്ഥിയായി നിർത്തേണ്ടിയിരുന്ന ആളായിരുന്നില്ലേ താങ്കൾ? ഞാൻ 3 പ്രാവശ്യം മത്സരിച്ചല്ലോ, നല്ല വോട്ട്. അല്ല, ഇനി ഇപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിൽ മത്സരിച്ച് ഒരു MLA ആകേണ്ട ആളായിരുന്നില്ലേ താങ്കൾ? അതായത് നമുക്ക് ഇന്നതാവണം എന്നൊന്നും ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ഭൂഷണമല്ല. ഓരോ സമയവും ഓരോ വ്യക്തിയുടെയും അഭിരുചിയും ശേഷിയും അനുസരിച്ച് പാർട്ടി പ്ലേസ് ചെയ്യും. പാർട്ടി ചിലപ്പം പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ട് പ്ലേസ് ചെയ്യും, ചിലപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആക്കും, ചിലപ്പം പ്രായമൊക്കെ നോക്കിയിട്ട് യുവമോർച്ച പ്രസിഡൻ്റ് ആക്കും. കഴിഞ്ഞ ടൈമിൽ കൗൺസിലറാണ് ആക്കിയത്, ഈ ടൈമിൽ മേയറാവാൻ പറഞ്ഞു. അപ്പോൾ അത് ഓരോ ഞങ്ങളുടെ പാർട്ടിയിൽ ഓരോ ചിലരുടെ കഴിവും ക്വാളിറ്റിയൊക്കെ പാർട്ടി പ്രധാനമന്ത്രി ആവാൻ പറയും, ചിലരോട് പറയും പോയി ബൂത്തിൽ പ്രവർത്തിക്കാൻ പറയും. അത് ഓരോ സമയവും ആ സാഹചര്യം വെച്ച് അവൈലബിൾ ആയിട്ട് പ്രവർത്തകരെ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളതനുസരിക്കും. അപ്പോഴേക്കും ഞങ്ങളുടെ വലിയ പാർട്ടിയുടെ മൊത്തം ടോട്ടൽ ലക്ഷ്യത്തിന് അതാണ് മുതൽക്കൂട്ടാവുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് വഴക്ക്, ഉള്ളിലുള്ള പടല പിണക്കങ്ങൾ അങ്ങനെയൊന്നും ബി ജെ പിയിലില്ല. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണോ ബി ജെ പിയെ കേരളത്തിൽ വളർത്തിയത്? പാർട്ടിയിൽ വിവിധ നേതാക്കന്മാരോട് ചേർന്നാണ് ഒരു പ്രസ്ഥാനം. ഇപ്പം നിങ്ങളുടെ മാധ്യമ സ്ഥാപനം, അവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളില്ലേ? ഒരു വാർത്ത കൊടുക്കുന്നതിനെക്കുറിച്ച്, ഒരു വാർത്ത സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ മാധ്യമത്തിനൊരു പോളിസി ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ അഭിപ്രായങ്ങൾ ചേർന്ന് ചർച്ച ചെയ്ത് നിങ്ങളൊരു പോളിസി എടുക്കും. തീർച്ചയായും ആണല്ലോ. നമ്മുടെ വീട്ടിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ? ഒരു കാര്യത്തിൽ നമ്മളൊരു കോളേജ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇന്ന സബ്ജക്റ്റ് എടുക്കണം, ഇന്നതാണ് കുറച്ചുകൂടെ മെച്ചം എന്നൊക്കെയുള്ള ചർച്ചകൾ വരുമല്ലോ. അത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. പക്ഷേ നമുക്ക് ഒരു സബ്ജക്റ്റിൽ എടുക്കാൻ പറ്റുള്ളൂ അവസാനം. അത് തന്നെയാണ് എല്ലായിടത്തും തന്നെയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത പാർട്ടി. കോൺഗ്രസിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞ് വഴക്കാകുന്ന പാർട്ടി. ഇതിലെവിടെയാണ് ബി ജെ പി നിൽക്കുന്നത്? രണ്ടിടത്തുമല്ല ബി ജെ പി. ഇതിന്റെ ഇടയ്ക്കാണോ പുറത്താണോ? ഇത് രണ്ടിനും വല്ല ഇടയ്ക്കുമല്ല. ബി ജെ പിക്ക് ഒരു സിസ്റ്റമുണ്ട്. ബി ജെ പി കൃത്യമായ സിസ്റ്റമുണ്ട്. ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, തീരുമാനമെടുക്കും, ആ തീരുമാനം ഞങ്ങൾ അനുസരിക്കും. അങ്ങനെയുള്ള പാർട്ടിയാണ്, അങ്ങനെയുള്ള എല്ലാ സിസ്റ്റമുള്ള പാർട്ടിയാണ് ബി ജെ പി. അതുകൊണ്ടാണ് ബി ജെ പി ഇന്ന് കൃത്യമായിട്ട് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യം വളരെ നന്നായിട്ട് ഭരിക്കുന്നത്, ഭരണം കിട്ടിയ സ്ഥലങ്ങൾ 2-3 വട്ടം വീണ്ടും അധികാരത്തിൽ വരുന്നത്. അതെ. അപ്പോൾ സർ ഒരു ഇടതുപക്ഷത്തുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത്. SFI പ്രവർത്തകരാണെന്ന് ഞാനൊരു അഭിമുഖത്തിൽ കണ്ടു. എങ്ങനെയാണ് ഈ ട്രാൻസിഷൻ ഉണ്ടായത്? ഇടതുപക്ഷ കുടുംബത്തിൽ തന്നെയായിരുന്നു. ഇടതുപക്ഷ പ്രവർത്തകനായി, ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനമൊക്കെ ആയിരുന്നു. 90കളിൽ നടന്ന ഒരു മുന്നേറ്റമുണ്ട്, ഒരു ദേശീയ മുന്നേറ്റമുണ്ട്, അയോധ്യ മൂവ്മെൻറ്റ്. അതോടൊപ്പം തന്നെ മാർക്സിൽ നിന്നും മഹർഷിയിലേക്ക് എന്ന സ്ലോഗൻ ഉയർത്തിക്കൊണ്ട് പി പരമേശ്വർജിയുടെ നേതൃത്വത്തിൽ നടന്നൊരു കൂട്ടായ്മയും ഒരു ചർച്ചയൊക്കെ ഉണ്ട്. ഈ അയോധ്യ മൂവ്മെൻറ്റും ആ സമയത്ത് നടന്ന ആ ചർച്ചയും, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന ഹൈസ്കൂളിലൊക്കെ ഞാൻ പഠിക്കുമ്പോഴാണ് ടിയാനൻമെൻ സ്ക്വയർ പ്രശ്നമൊക്കെ നടന്ന് ചൈനയിൽ കമ്മ്യൂണിസം റഷ്യ ചൈനയിലൊക്കെ തകരുകയും ടിയാനൻമെൻ സ്ക്വയറിൽ ആൾക്കാരെയൊക്കെ തന്നെ ഭരണകൂടം കൊലപ്പെടുത്തുകയൊക്കെ ചെയ്ത് സംഭവം ഉണ്ടായി. റഷ്യയിൽ കമ്മ്യൂണിസം തകരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ അപ്രസക്തമാണ് ഈ പ്രത്യയശാസ്ത്രം പറയുന്നതും പ്രവർത്തിക്കുന്നതായിട്ട് ഒരു ബന്ധമില്ല, സമൂഹത്തിന് ബാധ്യതയാണെന്ന് ആ പ്രായത്തിലൊക്കെ റിയലൈസ് ചെയ്യുള്ളൂ. പ്രീ ഡിഗ്രി ആ സമയത്തൊക്കെയാണ്. അപ്പോൾ നോക്കുമ്പോൾ പറയുന്നതും ക്യാമ്പസുകളിൽ നടക്കുന്നത് രണ്ടാണ്. അതുപോലെ തന്നെയാണ് എല്ലായിടത്തും നടന്നത്. എന്തിനാണ് വെറുതെ ഇതിൻ്റെ നടന്ന സമയം ജീവിതം? അപ്പോഴാണ് അയോധ്യ മൂവ്മെൻറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിക്കുകയും അയോധ്യയുടെ ചരിത്രം, ഈ രാജ്യത്തുണ്ടായ വൈദേശിക അധിനിവേശത്തിൻ്റെ ചരിത്രം, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ ഇവിടെ ദേശീയ മുന്നേറ്റവും അതിലടിസ്ഥാനമായ പ്രസ്ഥാനങ്ങളും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു. അപ്പോൾ വളരെ ദുർബലമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ ബി ജെ പി ഒക്കെ വളരെ പാടായിരുന്നു. വോട്ടൊക്കെ കെട്ടിവെച്ച കാശ് കിട്ടിയ ചരിത്രമില്ല അത് അന്നൊക്കെ. പക്ഷേ എന്നാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തവുമായിരുന്നു. അപ്പം ഞാൻ ഒഴുക്കിനെതിരെയാണ് അന്ന് നീന്തിയത്. ഒഴുക്കിനോടൊപ്പം നീന്തിക്കൊണ്ടിരുന്ന ഞാൻ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു നിലപാട് എടുക്കാൻ ആ ചെറിയ പ്രായത്തിൽ തന്നെ പ്രേരിപ്പിക്കപ്പെട്ടത് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന ആദർശത്തിൻ്റെ ശക്തിയാണ്. ശക്തമായിട്ട് അങ്ങ് പ്രവർത്തിച്ചു. അങ്ങനെ ഫുൾ ടൈം ABP ഒക്കെ ആയി അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായില്ലേ? കുടുംബത്തിനകത്തുനിന്ന് ചെറിയ വിയോജിപ്പുകളുണ്ടായി. സ്നേഹത്തിൻ്റെ ഭാഷയിലും ദേഷ്യത്തിൻ്റെ ഭാഷയിലൊക്കെ ഉണ്ടായി. നാട്ടിൽ നിന്നും കാര്യമായിട്ടുണ്ടായി.
എല്ലാ രീതിയിലും കൊടുക്കാൻ നോക്കി, കേസുകൾ പെടുത്താൻ നോക്കി. ഒരാൾ CPM വിട്ട് BJPയിൽ ചേരുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നോക്കി. അതൊക്കെ അതിജീവിച്ചപ്പോൾ നമ്മൾ അറിയാതൊരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുമായിരുന്നു. അതെ, ഇപ്പോൾ ഈ പറഞ്ഞ കുടുംബവും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം ഒപ്പമാണോ ഉള്ളത് പാർട്ടിക്ക്? ആ നാട് മുഴുവൻ ഇപ്പോൾ BJP ആണ് ഏറെക്കുറെ. ആ ഭാഗത്തുള്ള കൗൺസിലർമാരൊക്കെ പലരും BJP ആണ്. ഒരു സീറ്റ് ഇപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, എങ്കിൽ BJP ആണ്. പിന്നെ നല്ലത് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിലെയും കോൺഗ്രസ്സിലെയും ആൾക്കാർ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യില്ല. കുടുംബമൊക്കെ ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും സ്വാഭാവികമുണ്ടോ. അതെ. അപ്പോൾ കലാലയ രാഷ്ട്രീയത്തെ പറ്റി സാറ് സൂചിപ്പിച്ചു. കലാലയങ്ങളെല്ലാം SFI അടക്കി ഭരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെയെല്ലാം ABVPയുടെ യൂണിറ്റുകൾ ഇല്ലാതിരുന്ന കലാലയങ്ങളിൽ പോലും യൂണിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കലാലയങ്ങളിലൊക്കെ ABVPയുടെ വളർച്ച എത്രത്തോളമാണ്? കലാലയങ്ങളിൽ ABVPയുടെ വളർച്ച ഇപ്പോഴും പരിമിതികളുണ്ട്. അതായത് കലാലയ രാഷ്ട്രീയം, ആരോഗ്യകരമായ കലാലയ രാഷ്ട്രീയമാണ് നടക്കുന്നതെങ്കിൽ അവിടെ ABVPയുടെയും മറ്റുള്ള സംഘടനയുടെയൊക്കെ പ്രവർത്തനം വളരെ പ്രസക്തമായിട്ട് മുന്നോട്ട് പോകും, അവിടെയൊക്കെ ജയിക്കാം. പക്ഷേ ഇപ്പോഴും കലാലയങ്ങളിൽ പലയിടത്തും SFIയുടെ അക്രമവും മസിൽ പവറും ഒക്കെയാണ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ സംഘടനാ പ്രവർത്തനം പലയിടത്തും നടക്കാറില്ല. അപ്പോൾ അതിൽ ഇനിയും മാറ്റം വരേണ്ടതായുണ്ട്. പക്ഷേ ABVPക്ക് മുമ്പത്തേക്ക് പശ്ചാത്തലാവസ്ഥയൊക്കെ ഒരുപാട് മാറി. ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ആ സമയത്ത് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്ത് സംഘർഷമില്ലാത്ത ദിവസങ്ങളിലായിരുന്നു. ആ സംഘർഷത്തൊക്കെ അതിജീവിച്ച് തന്നെയാണ് വെച്ചത്. നിരവധി പ്രവർത്തകരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾ പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. കുറച്ച് കാലങ്ങൾ കൂടി SFIയുടെയും മസിൽ പവർ കൊണ്ടുള്ള രാഷ്ട്രീയം, അത് അവർക്ക് തന്നെ ദോഷമാണ്, സമൂഹത്തിനും ദോഷം. എല്ലാ ക്യാമ്പസുകളിലും അരാജകത്വവും തമ്മിൽ തല്ലൊക്കെയാണ്. കുറച്ച് കാലം കൂടി ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അത് അപ്രസക്തമായിട്ട് പോകും. അതെ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള പൊളിറ്റിക്സ് ഒക്കെ പഠിച്ച കാലം മുതൽ കാണുന്നതാണ് സാറിനെ. സാർ മേയർ ആയതിൽ ഒന്നുകൂടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വിജയം കാണട്ടെ. താങ്ക് യു സാർ. സന്തോഷം.